Question number 14. Integral 0 to 2 pi cos raised to 5x dx. ഇവിടെ ഇൻ്റഗ്രൽ 0 to 2 pi അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ്. ഒരു കണ്ടീഷനുണ്ട്, എങ്ങനെ ആയിരിക്കണം? എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ കോസ് റേസ് ടു 5 അവിടെ കിടക്കട്ടെ, കോസ് 2 പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? കോസ് എക്സ് തന്നെ വരുന്നത്. അപ്പം റേസ് ടു 5 വന്നാലും കോസ് റേസ് ടു 5x വരും. അപ്പോൾ എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് വരുവാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ കോസ് റേസ് ടു 5x dx. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. പിന്നെ രണ്ടാമത് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഡെഫിനിറ്റിൻ്റെ, ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ കോസ് റേസ് ടു 5 ഇൻറ്റു പൈ മൈനസ് എക്സ്. ഇവിടെ കോസ് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെ വരും. ഇനി ക്വാഡ്രൻറ്റ് നോക്കണം. ക്വാഡ്രൻറ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പം കോസ് പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കോസ് എക്സ് എന്നാണ് വരുന്നത്. അപ്പം മൈനസ് കോസ് എക്സ് ദ ഹോൾ റേസ് ടു 5 ഡി എക്സ്. ഈ മൈനസ് പുറത്ത് വരും. അപ്പോൾ ഇങ്ങനെ ഒരു -2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ കോസ് റേസ് ടു 5x ഡി എക്സ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും അല്ലേ. അപ്പോൾ 1 + 2 ചെയ്യുമ്പോൾ i + i 2i എന്ന് വരും. 2 ഇൻറ്റു 0 to പൈ കോസ് റേസ് ടു 5x ഡി എക്സ് മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ കോസ് റേസ് ടു 5x ഡി എക്സ് ക്യാൻസലായി 0 ആവും. അപ്പോൾ ആൻസർ 0. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ബൈ 1 + സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ തന്നിരിക്കുന്ന ഇൻ്റഗ്രേഷൻ ഞാൻ i എന്ന് പറഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നു. i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2, അതായത് എക്സ് എങ്ങനെ മാറും? പൈ ബൈ 2 മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ എല്ലാ എക്സിനെയും ചേഞ്ച് ചെയ്യണം. അപ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് വരും. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സും വരും. ഡിനോമിനേറ്ററും അതേപോലെ 1 + കോസ് എക്സ് സൈൻ എക്സ് എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2i ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ 1 + സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. 0 വരും ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് 1 + കോസ് എക്സ് ഡി എക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1-2 പ്രാവശ്യം ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ 2-3 പ്രോപ്പർട്ടിയും വരുന്നുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യണം. ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് 1 + കോസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ ആദ്യം നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? കോസ് പൈ മൈനസ് എക്സ്. കോസ് പൈ മൈനസ് എക്സ് എന്താ? മൈനസ് കോസ് എക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് 1 - കോസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഫസ്റ്റ് ഇക്വേഷനിൽ ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് 1 + കോസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് 2i എന്ന് വരും. റൈറ്റ് സൈഡ് ലോഗ് 1 + കോസ് എക്സ് പ്ലസ് ലോഗ് 1 - കോസ് എക്സ് എന്ന് വരും. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ള ഫോം നമുക്കെങ്ങനെ എഴുതാം? ലോഗ് എ ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 0 to പൈ ലോഗ് 1 + കോസ് എക്സ് ഇൻറ്റു 1 - കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. 1 + കോസ് എക്സ് ഇൻറ്റു 1 - കോസ് എക്സിനെ 1 - കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 1 - കോസ് സ്ക്വയർ എക്സ് എന്താ? സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. 2i ഈക്വൽ ടു ഇപ്പോൾ ലോഗ് എ റേസ് ടു എൻ എങ്ങനെ എഴുതാം? n ലോഗ് എ എന്ന് എഴുതിക്കൂടെ? അതുപോലെ ലോഗ് സൈൻ സ്ക്വയർ എക്സ് എങ്ങനെ എഴുതാം? 2 ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ സൈന് പുറത്തെടുക്കാം. അപ്പോൾ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആവും. i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എടുക്കും. ഇനി ഇവിടെ ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു
ഇൻ്റഗ്രൽ 0 to a f of x dx ഇഫ് f of 2a മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഇവിടെ നമ്മൾ ലോഗ്, ഇവിടെ 2a സ്ഥാനത്ത് എന്താ കിടക്കുന്ന പൈ, സൈൻ പൈ മൈനസ് എക്സിൻ്റെ വാല്യൂ എന്താ, സൈൻ എക്സ് തന്നെ. അപ്പോൾ ലോഗ് സൈൻ പൈ മൈനസ് എക്സിനെ എങ്ങനെ തന്നെ എഴുതാം, ലോഗ് സൈൻ എക്സ് എന്ന് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഐ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു, ഇവിടെ 0 to 2a വരുമ്പോൾ 0 to a വരും. അപ്പോൾ 0 to പൈ വരുമ്പോൾ 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് ഞാൻ എടുത്തു. ഇനി നമ്മളുടെ ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അതായത് എക്സിൻ്റെ പ്ലേസിൽ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് വരും. അത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കുന്നു. 3യും 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2i ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. അപ്പം നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ 2x അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 2ൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു 2 ആഡ് ചെയ്യും. അപ്പോൾ പ്ലസ് ലോഗ് 2 ചെയ്യുമ്പോൾ ഒരു മൈനസ് ലോഗ് 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് ലോഗ് 2നെ ലോഗ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ഇതിന് പകരം എന്ത് എഴുതാം, സൈൻ 2x എന്ന് എഴുതാം. ഇവിടെ മൈനസ് ലോഗ് 2 എന്നും അതേപോലെ വരും. അപ്പോൾ 2i എല്ലാം ഇവിടെ 2 2 ക്യാൻസൽ ആവുമല്ലോ. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 ലോഗ് സൈൻ 2x ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 ലോഗ് 2 ഡി എക്സ് എന്ന് വരും. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ 2xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2dx എന്ന് പറയുമ്പോൾ dt വരും. dx ആണുള്ളത്, അപ്പോൾ dt ബൈ 2 എന്ന് വരും. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ലിമിറ്റും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. എക്സ് 0 ആകുമ്പോൾ ടിയുടെ വാല്യൂ 0 വരും. എക്സ് പൈ ബൈ 2, എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2 ആകുമ്പോൾ ടിയുടെ വാല്യൂ പൈ വരും. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് സൈൻ ടി ഡി ടി ബൈ 2. ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ സൈൻ പുറത്തെടുത്തു. നമ്മൾ ഫസ്റ്റ് ഐ എന്ന് പറഞ്ഞെടുത്തപ്പോഴേ 0 to പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ് ആണ് ഐ ആയിട്ട് എടുത്തത്. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചില്ലേ, ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് ടി ഡി ടി ആണെന്ന്. അതായത് ഫംഗ്ഷൻ ഒരു ചേഞ്ചും വരാതെ ആ വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എന്ത് ചെയ്യില്ല, മാറില്ല. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഐ എന്ന് പറഞ്ഞ് പഠിച്ചത് ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ. അതേപോലെ ഒരു ഫംഗ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ ലോഗ് സൈൻ ടി ഡി ടി. എക്സിൻ്റെ പ്ലേസിൽ ടി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് തന്നെ എഴുതാം, ഐ എന്ന് എഴുതാം. അപ്പോൾ 1/2 ഐ മൈനസ് ലോഗ് 2 അത് സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. പൈ ബൈ 2 മൈനസ് 0 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1/2 ഐ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഐ മൈനസ് 1/2 ഐ ഈക്വൽ ടു മൈനസ് 2 ലോഗ് 2 മൈനസ് ലോഗ് 2 പൈ ബൈ 2 എന്ന് വരും. അപ്പോൾ 1/2 ഐ എന്ന് പറയുമ്പോൾ മൈനസ് പൈ ബൈ 2 ലോഗ് 2 വരും. ഐയും ഐയും ക്യാൻസലായിട്ട് ഐ ഈക്വൽ ടു മൈനസ് പൈ ലോഗ് 2, ഐ ഈക്വൽ ടു മൈനസ് പൈ ലോഗ് 2. ഇതായിരിക്കും ആൻസർ.